ഈസ്റ്റർ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ, സ്നേഹത്തിന്റെ പ്രതീക്ഷകളുടെ ദിനം. മനുഷ്യർ പരസ്പരം ഹൃദയത്തോട് ചേർന്ന് നിൽക്കണമെന്ന സന്ദേശം മറ്റുള്ളവന്റെ കണ്ണീരൊപ്പാൻ പഠിപ്പിച്ച ക്രിസ്തുവിന്റെ ഉയിർപ്പ് ആഘോഷിക്കുകയാണ് ലോകമെങ്ങും. കടുത്ത വേനലും തെരഞ്ഞെടുപ്പ് ചൂടും ഒപ്പം നിൽക്കുന്ന കാലത്തെ ഈസ്റ്റർ പ്രചാരണ തിരക്കിലും ആഘോഷങ്ങളിലുമാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ. പൊന്നൊളിയിൽ കല്ലറമിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറപോലും പ്രഭയിൽ മുഴുകുന്നു. പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ, അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരണേ. ഈസ്റ്ററിനെ കുറിച്ച് എൻ്റെ ചെറുപ്പകാലത്തെ ഓർമ്മകൾ. ഞങ്ങൾ ദുഃഖവ്യാഴം മുതൽ പള്ളിയുമായി ബന്ധപ്പെട്ട് ദുഃഖവ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം ഫുൾ പള്ളിയിലായിരിക്കും. രാവിലെ വെള്ളിയാഴ്ച, ദുഃഖവെള്ളിയാഴ്ച കുരിശിൻ്റെ വഴി, അത് ഗോതുരത്ത് ഒരറ്റം മുതൽ മെയിൻ പള്ളി സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വരെയുള്ള ഭാഗങ്ങൾ. അവിടെയൊക്കെ ഞങ്ങൾ ഒത്തിരി കൂട്ടുകാരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി മരിച്ചുപോയ റീന, ഷേർലി ഉൾപ്പെടെയുള്ള കൂട്ടുകാരോടുകൂടി ചെറിയൊരു കുരിശും കയ്യിൽ വെച്ചിട്ടാണ് ഞങ്ങളന്ന് പോവുക. അതൊക്കെ ഒരു നല്ലൊരു അനുഭവം. അതിനുശേഷം ദുഃഖവെള്ളി കഴിഞ്ഞ് നമ്മുടെ അവസാനത്തെ ആരാധനയും കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ സഹനത്തിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും ദുഃഖവെള്ളിയുടെ അവസാനം, പിന്നെ വലിയ പ്രതീക്ഷയോടുകൂടി, പ്രത്യാശയോടുകൂടി എല്ലാ തിന്മകളെയും അതിജീവിച്ച് മുന്നോട്ട് വരുന്ന ഉദ്ധിതനായ ക്രിസ്തുവിനെ വരവേൽക്കാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പ്, സന്തോഷത്തിൻ്റെ. അപ്പോൾ ഈ ഈസ്റ്റർ ദിനത്തിൽ എല്ലാ മനുഷ്യർക്കും, കേരളത്തിലും ഇന്ത്യയിലും നമ്മുടെ ഈ പാർലമെൻറ്റ് മണ്ഡലമായിട്ടുള്ള എറണാകുളത്തും ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യർക്കും, വേദനിക്കുന്നവർ, സ്നേഹം കിട്ടാത്തവർ, പാർശ്വവൽക്കരിക്കതായിട്ടുള്ളവർ, മാറ്റി നിർത്തപ്പെട്ടവർ, നിശബ്ദരാക്കപ്പെട്ടവർ, തടവിലാക്കപ്പെട്ടവർ, എല്ലാവർക്കും ഈ സ്നേഹത്തിൻ്റെ മഹത്തായ ഊർജം മനസ്സിൽ കരുതാൻ കഴിയട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഹാപ്പി ഈസ്റ്റർ.